ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കുടപിടിച്ചു കൊടുക്കുന്നുവെന്ന പ്രതിപക്ഷം. പി ജയരാജനെതിരെ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ചട്ടവിരുദ്ധമായ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ സർക്കാർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പി ജയരാജനെതിരെ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ഉന്നയിച്ച സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ആരോപണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന ചട്ടമുയർത്തി നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് ചർച്ച ചെയ്യണമെന്ന നോട്ടീസ് പരിഗണിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല. ഞങ്ങൾ അത് ശക്തിയായി പ്രതിഷേധിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. കോറി ഉടമകൾക്ക് സഹായം ചെയ്യാൻ ഏരിയ സെക്രട്ടറിയെ വരെ മാറ്റിയെന്നും അധോലോക സംഘങ്ങൾക്ക് സർക്കാർ കുടപിടിച്ച് നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വീണ്ടും വിമർശനമുയർത്തി. കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം അടുത്തയാഴ്ച വീണ്ടും സഭയിൽ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ജനം, തിരുവനന്തപുരം.